നമസ്തേ. 2026 വിഷുഫലം. അശ്വതി നക്ഷത്രത്തിലാണ് സൂര്യൻ വരുന്നത്. മേടമാസം 1-ാം തീയതി സൂര്യൻ മേടത്തിൽ വരുമ്പോഴാണ് വിഷു ആയിട്ട് വരുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു വർഷക്കാലം ഏറ്റവും ഒരു നല്ല സമയം തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏഴര ശനിയാണെങ്കിലും വിഷുവിൻ്റെ ഈ ഒരു മാസം തുടങ്ങി അവർക്ക് ഒരു വർഷത്തേക്ക് ഇത്തിരി കൂടി നല്ല മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വ്യാഴത്തിനൊരു മാറ്റം വരുന്നുണ്ട് ഒരു വർഷം. ഇപ്പോൾ 4-ലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റവും പിന്നെ ഏഴര ശനിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ അവർക്കൊരു മാറ്റത്തിലേക്ക് വരാനായിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അശ്വതി നക്ഷത്രക്കാരി ആയിട്ടുള്ള പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് ആദ്യമായിട്ട് തടസ്സങ്ങളാണ്. 12-ൽ ശനീശ്വരൻ നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ മാറിക്കൊണ്ട് നമുക്ക് ജൂൺ മാസത്തോടു കൂടി നല്ലൊരു മാറ്റങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഒരു വർഷം അവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ബിസിനസ്സുകാർക്കൊക്കെ ഏഴര ശനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അവർ മാറ്റി വെച്ചിട്ട് ആ മാറ്റി വെച്ചതൊക്കെ ഇത്തിരി കൂടി മുന്നിലേക്ക് കൊണ്ടുവരാനും അത് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ജൂൺ മാസം തുടങ്ങി വ്യാഴത്തിനൊക്കെ ഒരു മാറ്റമാണ്. അശ്വതിക്കാരെ സംബന്ധിച്ച് അവർക്ക് 3-ലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. അതിനൊരു മാറ്റം വരും. 4-ലേക്ക് വ്യാഴം വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വീട് പണികളോ മറ്റുള്ള കാര്യങ്ങൾ വീടിന് വേണ്ടി നമ്മൾ ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക വിഷയങ്ങളിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മുന്നിലേക്ക് വരാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം നമുക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വർഷം നന്നായിട്ട് ആലോചിച്ച് അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. ജൂൺ മാസം വരയ്ക്ക് വ്യാഴത്തിന് വേണ്ടി വിഷ്ണു സഹസ്രനാമം ചൊല്ലി അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് വിളക്കുമാല പായസം ഇതൊക്കെ കഴിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമായിട്ടാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് വരുന്നത്.